ഇത് നമ്മുടെ പെറ്റൂണിയയുടെ പ്ലാന്റ്സ് ആണ് കേട്ടോ. നമ്മുടെ സെയിലിനായിട്ട് റെഡി ആയിട്ട് നിൽക്കുന്ന പ്ലാന്റ്സ് ആണ്. ഇത് വന്നിട്ട് നമ്മുടെ റെഡ് വാലൻറ്റൈൻ ടൈപ്പാണ് കേട്ടോ. 3 പ്ലാന്റ്സ് ആണ് നമുക്ക് റെഡ് വാലൻറ്റൈനിൽ ഉള്ളത്. ഇതിൽ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഇട്ടിരുന്ന പോലെ നമ്മൾ ഗിവ് അവേ ആയിട്ട് കൊടുത്തത് ഈ ഒരു വാലൻറ്റൈൻ പ്ലാന്റ് ആണ് കേട്ടോ. 4 പ്ലാന്റിൽ ഒരു പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ ഗിവ് അവേ ആയിട്ട് കൊടുത്തത്. പിന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് പ്രയർ പ്ലാന്റ് ആണ് കേട്ടോ. ഈ 2 പ്ലാന്റ് ആണ് നമ്മൾ ഗിവ് അവേ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. നമ്മൾ കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് കമൻറ്റിനായിരുന്നു, ചിന്നു ആയിരുന്നു കേട്ടോ ഫസ്റ്റ് കമൻറ്റ് ചെയ്ത ആൾ. അപ്പോൾ അതെൻ്റെ സിസ്റ്റർ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ സിസ്റ്ററിനാണ് ഇപ്രാവശ്യം ഗീവ് അവേ കൊടുത്തിട്ടുള്ളത്. നമുക്ക് കവർ സൈസ് പ്ലാന്റും ഉണ്ട്, അതുപോലെ പോട്ടിലുള്ള പ്ലാന്റ്സും അവൈലബിൾ ആണ് കേട്ടോ. പോട്ടിലുള്ള പ്ലാന്റ്സ് നമുക്ക് കൊറിയർ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും, അതുകൊണ്ട് നമ്മൾ കൂടുതലും കവർ പ്ലാന്റ്സ് ആയിരിക്കും കൊറിയർ ചെയ്യുന്നത്. നമ്മുടെ കയ്യിലുള്ളത് പെറ്റൂണിയയുടെ യെല്ലോ ടൈപ്പ്, അതായത് കാലിബ്രസ് യെല്ലോ ഉണ്ട്, പിന്നെ നമ്മുടെ ഷോക്ക് വേവ് ഉണ്ട്, വാലൻറ്റൈൻ ഉണ്ട്, അതുപോലെ തന്നെ നൈറ്റ് സ്കൈ ഉണ്ട്, നമ്മുടെ പിങ്ക് ചെറി ഉണ്ട്, അതുപോലെ ഹോട്ട് പിങ്ക് ഉണ്ട്, പിന്നെ നമ്മുടെ ടൈഡൽ വേവ് ഉണ്ട്. ടൈഡൽ വേവിൽ റെഡ് ഉണ്ട്, അതുപോലെ ബ്ലാക്ക്ബെറി ഉണ്ട്, അതുപോലെ തന്നെ ഐവറി ഉണ്ട്. അങ്ങനെ ഒത്തിരി കളക്ഷൻസ് നമ്മളിലുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സെയിലിനായിട്ട് വയ്ക്കുന്ന പ്ലാന്റ് ഈ ഒരു 3 പ്ലാന്റ് വാലൻറ്റൈൻ ആദ്യം കാണിച്ചല്ലോ, 3 പ്ലാന്റാണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ റെഡി ആയിട്ടിരിക്കുന്നത്. ബാക്കിയൊക്കെ ഇത് ഇവിടെ പ്ലാന്റ്സ് ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, പോട്ടിലുള്ള പ്ലാന്റ്സ് നമുക്ക് കൊറിയർ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. പിന്നെ പിങ്ക് കോസ്മോയുടെ തൈകളൊക്കെ ഉണ്ട്. നമ്മുടെ സിൽവറിൽ 2 ടൈപ്പ് പെറ്റൂണിയ നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. ഒന്ന് ഒരു ലൈറ്റ് വെള്ള കളർ വരുന്നതും, പിന്നെ ഒന്ന് ഡാർക്ക് പിങ്ക് കളറും കേട്ടോ. ഇതൊക്കെ നമ്മുടെ ഡബിൾ പെറ്റൽസിൻ്റെ പ്ലാന്റ്സ് ആണ് കേട്ടോ. പ്ലാന്റ് സൈസൊക്കെ ഇതാണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് ഒക്കെയാണ് നമ്മുടെ സെയിലിനായിട്ട് കൊണ്ടുവരുന്നത്. ഇതുപോലെ കപ്പിൽ റൂട്ട് പിടിപ്പിച്ച പ്ലാന്റ്സ് ആയിരിക്കും നമ്മൾ അയക്കുന്നത്. പിന്നെ ഇതൊക്കെ നമ്മുടെ ഓറഞ്ച് കളറാണ് കേട്ടോ. നമ്മുടെ ഡബിൾ പെറ്റലിലെ ബുഷിയായിട്ട് നിൽക്കുന്ന ഓറഞ്ച് ടൈപ്പിലെ പ്ലാന്റ്സ് ഒക്കെയാണിത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ റൂട്ട് പിടിപ്പിച്ചിട്ടുള്ള നിലവിൽ നമ്മൾ റൂട്ട് പിടിപ്പിച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ വെർബീനയുടെ കട്ടിങ്സൊക്കെ അവൈലബിൾ ആണ്. പിന്നെ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ സെയിലിനായിട്ടുള്ള പ്ലാന്റ്സ് എന്ന് പറയുന്നത്. നമ്മൾ പോട്ടോട് കൂടിയും പ്ലാന്റ്സ് നമുക്ക് ഇവിടെ അടുത്തുള്ളവർക്ക് വാങ്ങിക്കാൻ പറ്റും കേട്ടോ. പോട്ടോട് കൂടിയുള്ള പ്ലാന്റ്സിന് ഏകദേശം ഒരു 250ക്ക് മുകളിലോട്ടൊക്കെ റേറ്റ് വരും. അത് പ്ലാന്റ്സിൻ്റെ സൈസ് അനുസരിച്ചും പിന്നെ പ്ലാന്റ്സിൻ്റെ ഇനം അനുസരിച്ചൊക്കെ ആയിരിക്കും കേട്ടോ. നാഗാലാൻഡ് ടൈപ്പൊക്കെ ആണെങ്കിൽ അത്യാവശ്യം റേറ്റ് ഉള്ളതാണ്. നമ്മുടെ ബുഷിയായിട്ടുള്ള വൈറ്റിൽ വരുന്നതിൻ്റെ ഒരു സിംഗിൾ സ്റ്റെമ്മിന് തന്നെ അത്യാവശ്യം നല്ല വിലയുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ വച്ചിട്ടാണ് നമ്മൾ ഈ സെയിൽ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ പ്ലാന്റ്സ് കേട്ടോ. കട്ടിങ്സും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. 10 കട്ടിങ്സ് ഒക്കെ ഉണ്ട്. അതായത് 10 വെറൈറ്റിയുടെ കട്ടിങ്സ് ഇൻക്ലൂഡ് ചെയ്ത് നമ്മൾ കട്ടിങ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതൊക്കെ നമ്മുടെ മിനിയേച്ചറിലുള്ള കട്ടിങ്സ് ആണ് കേട്ടോ. മിനിയേച്ചർ കട്ടിങ്സും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. മിനിയേച്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചട്ടിക്കകത്ത് ഉള്ളിലിരുന്ന് തന്നെ പൂക്കുന്നതാണ് കേട്ടോ. മിനിയേച്ചറിൽ സ്റ്റാറുണ്ട്, നമ്മുടെ നോർമൽ ഒരു നമ്മുടെ നാടൻ ബാൾസം പോലെ ഒരു സിംഗിൾ കളർ, ഇത് ഈ വൈറ്റ് കാണുന്ന പോലെയുള്ള കളേഴ്സൊക്കെ ഉണ്ട്. ഡാർക്ക് ഓറഞ്ച്, ലൈറ്റ് ഓറഞ്ചൊക്കെ നമ്മുടെ അവൈലബിൾ ആണ് കേട്ടോ. ഈ ഒരു പ്ലാന്റ്സിൻ്റെ വന്നിട്ട് ഇതാണ് നമ്മുടെ മിനിയേച്ചർ ബാൽസം. കണ്ടില്ല, ഇത് ഇത്ര ഹൈറ്റ് ഉണ്ടാവും, പക്ഷേ ഇത് മെയിൻ്റനൻസ് നല്ല റിസ്ക്കുള്ള കാര്യമാണ് കേട്ടോ. നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം കട്ടിങ്സും ബാക്കി കാര്യങ്ങളൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്ത് വയ്ക്കാനായിട്ട്. ഇതൊക്കെ നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന തൈകളാണ് കേട്ടോ. നമ്മുടെ നമ്മുടെ റെഡും വൈറ്റുമായിട്ട് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന തൈകളാണ്. അത്യാവശ്യം നല്ല പാടുള്ള കാര്യമാണ് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. ഇത് അടുത്തൊരു വെറൈറ്റിയാണ് കേട്ടോ. കുഞ്ഞു ഫ്ലവറാണ് കേട്ടോ. ബേബി പിങ്ക് കളറിലെ കുഞ്ഞു ഫ്ലവറാണ്. അത്യാവശ്യം നമുക്ക് ഹൈറ്റ് കുറഞ്ഞൊരു പ്ലാന്റാണ് കേട്ടോ. നമ്മുടെ ചട്ടിയിൽ നിറച്ച് നമുക്ക് പ്ലാന്റ്സിന് വേണമെന്നുണ്ടെങ്കിൽ ബുഷി ടൈപ്പൊക്കെ സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ബുഷിയായിട്ട് തന്നെ നിന്ന് പൂത്തോളും. കുറച്ചുകൂടെ ലെങ്തുള്ള ടൈപ്പ് ആണെങ്കിൽ, കുറച്ചുകൂടെ ഹൈറ്റ് വന്നിട്ട് പൂ വേണമെന്നുള്ളവരാണെങ്കിൽ കുറച്ചുകൂടെ ഹൈറ്റുള്ള ടൈപ്പുകൾ സെലക്ട് ചെയ്യുക കേട്ടോ. ഇതൊക്കെ നമ്മുടെ വൈറ്റ് കളറാണ് കേട്ടോ. നോർമൽ നമ്മുടെ വൈറ്റ് കളറാണ്. വൈറ്റിൽ നോർമൽ എന്ന് പറയുമ്പോൾ ഡബിൾ പെറ്റൽസിൽ നമുക്ക് നോർമലായിട്ട് കിട്ടുന്ന വൈറ്റ് കളറാണ് കേട്ടോ. അടുക്ക് വൈറ്റ് ഉണ്ട് കേട്ടോ. അതിനാണ് ഞാൻ പറഞ്ഞത് അത്യാവശ്യം കട്ടിങ്സിന് തന്നെ നല്ല വിലയുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ സ്റ്റെം കണ്ടിട്ടില്ല, നല്ല വെള്ളത്തണ്ട് പോലെയാണ് ഇരിക്കുന്നത്. നമ്മൾ നല്ല കെയർ ചെയ്ത് വേണം നമുക്കിത് നടാനും ബാക്കി കാര്യങ്ങളൊക്കെ. പൂവ് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടെങ്കിലും അതിൻ്റെ കെയറിങ്ങും കാര്യങ്ങളും അത്യാവശ്യം നല്ല റിസ്ക്കുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം വീഡിയോയിൽ നമ്മൾ പറയണമല്ലോ. ഈ പോട്ട് സൈസിലുള്ള പ്ലാന്റ്സൊക്കെ ആയിരിക്കും നമ്മൾ സെയിലിന് കൊടുക്കുന്നത് കേട്ടോ. പക്ഷേ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടാവും. കാരണം നമുക്കറിയാമല്ലോ നാഗാലാൻഡ് ടൈപ്പിലൊക്കെ ഒരു സ്റ്റെമ്മ് കട്ടിങ്സിന് എന്തോരം വില ഉണ്ടാവുമെന്ന്. ഞാൻ പറയുന്നത് നോർമൽ കട്ടിങ്സിനെ പറ്റിയല്ല, നമ്മുടെ നാഗാലാൻഡ് ടൈപ്പിലെ കട്ടിങ്സൊക്കെയാണ്. നാഗാലാൻഡ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ റോസാപ്പൂ പോലെ മുകളിലോട്ട് എഴുന്നേറ്റ് നിൽക്കുന്ന ഫ്ലവർ ആയിരിക്കും നമ്മുടെ നാഗാലാൻഡ് ടൈപ്പിൽ വരുന്നത്. നമ്മൾ ഈ റേറ്റ് ഉണ്ടെന്ന് പറയുമ്പോൾ
ഒത്തിരി പേർക്കുള്ള സംശയമാണ്, ഒരുപാട് കോമ്പോസ് വളരെ വില കുറഞ്ഞ അളവിൽ നമുക്ക് കിട്ടുന്നുണ്ടല്ലോ, അപ്പോൾ എന്താ ഇതിന് മാത്രം റേറ്റ് എന്ന് ചോദിച്ചാൽ, ഡബിൾ പെറ്റൽസ് ഒരുപാട് ടൈപ്പ് ഉണ്ടെങ്കിലും അതിൽ നാഗാലാൻഡ് ടൈപ്പിന് ഒത്തിരിയും വിലയുള്ള ടൈപ്പുകളാണ് കേട്ടോ. നാഗാലാൻഡിൽ നല്ല ബുഷിയായിട്ട് നിൽക്കുന്ന ടൈപ്പും ഒക്കെ ഉണ്ട്. ഈ ഒരു സ്റ്റെമ്മിൻ്റെ കട്ടിങ് തന്നെ കണ്ടല്ലോ, ഇത് നമ്മൾ കൊടുക്കുമ്പോൾ ആർക്ക് വാങ്ങിക്കുന്ന ആൾക്കൊരു നഷ്ടം ഉണ്ടാവില്ല. കാരണം അത്രയും തിക്നെസ്സോടെയാണ് നമ്മളെ പ്ലാന്റ്സ് പോട്ടിനകത്ത് നിൽക്കുന്നത്. അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടാണ് പ്ലാന്റ്സ് നിൽക്കുന്നത്. ഇത് നാഗാലാൻഡിലെ ഒരു വെറൈറ്റിയാണ്, കണ്ടില്ലേ, ഇത് കുറച്ച് ഹൈറ്റിൽ പോകുന്നതാണ്. പ്ലാൻസ് വേണമെന്നുള്ളൊരു കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ, അല്ലെങ്കിൽ കമൻ്റായിട്ട് താഴെ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ അറിയിക്കുക കേട്ടോ, ഡീറ്റെയിൽ ആയിട്ട് ഇടാവേ.